ആമസോണിലെയും തെക്കേ അമേരിക്കയിലെ ഒറിനോക്കോ ഡെൽറ്റയിലെയും ചതുപ്പുകൾ, നദീതീരങ്ങൾ, കണ്ടൽക്കാടുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഉഷ്ണമേഖലാ പക്ഷിയാണ് ഹോട്ട്സീൻ. ഒബിസ്തോകോമസ് ഹോസിൻ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഗയാനയുടെ ദേശീയ പക്ഷിയാണിത്. ഭക്ഷണത്തിൻ്റെ പ്രധാന ഭാഗമായി ഇലകൾ കഴിക്കുന്ന ഒരേ ഒരു പക്ഷിയാണിത്. ദഹനത്തെ സഹായിക്കുന്ന പ്രത്യേക പൊരുത്തപ്പെടലുകൾ അവയുടെ കുടലിനുണ്ട്. ഒബിസ്തോകോമിഡെ കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന ഏക അംഗമാണിത്. അതിൻ്റെ അടുത്ത ബന്ധുക്കൾ വളരെ കാലം മുമ്പ് മരിച്ചുപോയേക്കാം. മറ്റു പക്ഷികളുമായുള്ള ഹോട്ട്സീനിൻ്റെ ബന്ധത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഹോട്ട്സീൻ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ചിറകുകളിൽ കൊളുത്തുകളോടെയാണ്. പറക്കാൻ പാകമാകുന്നതിന് മുമ്പ് അവ കൊളുത്തുകൾ ഉപയോഗിച്ച് മരങ്ങളിൽ ചുറ്റിപ്പിടിക്കുന്നു. പൂർണ്ണ വളർച്ചയെത്തിയാലും ഹോട്ട്സീനുകൾക്ക് കുറഞ്ഞ ദൂരം മാത്രമേ പറക്കാൻ സാധിക്കൂ. അതിനാൽ അവ സാധാരണയായി വെള്ളത്തിന് മുകളിലാണ് കൂടുകൾ പണിയുന്നത്. അപകടമുണ്ടായാൽ ഈ പക്ഷികൾ വെള്ളത്തിലേക്ക് മുങ്ങുകയും അപകടം ഒഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തിയാൽ അവ വീണ്ടും മരത്തിലേക്ക് കയറുകയും ചെയ്യും. ശ്വാസതടസ്സം, മുറുമുറുപ്പ്, മുരൾച്ച, ചീറ്റൽ എന്നിവയോട് സാമ്യമുള്ള അസാധാരണമായ ശബ്ദങ്ങളിലൂടെയാണ് ഹോട്ട്സീനുകൾ ആശയവിനിമയം നടത്തുന്നത്. ഇലകൾ കഴിച്ച് ദഹിപ്പിക്കുന്ന ഒരേയൊരു പക്ഷിയാണ് ഹോട്ട്സീൻ. അവയുടെ ഗന്ധം പലരും പശുവിൻ ചാണകവുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ ദഹന വ്യവസ്ഥയാണ് ഈ ദുർഗന്ധത്തിന് കാരണം. മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി കന്നുകാലികൾ അയവെട്ടുന്നത് പോലെ ഒരു രീതിയിലാണ് ഇവ ഭക്ഷണം ദഹിപ്പിക്കുന്നത്. ഇവയുടെ അന്നനാളിയിൽ തന്നെയാണ് ആഹാരം ദഹിപ്പിക്കാനുള്ള അറകളും ഉള്ളത്. ഹോട്ട്സീൻ ജീവിക്കുന്ന ഈർപ്പമുള്ള ആവാസ വ്യവസ്ഥകളിൽ വളരുന്ന സസ്യങ്ങളുടെ ഇലകളും ചില പഴങ്ങളും പൂക്കളും ഇവ ഭക്ഷിക്കുന്നു. ശാഖകൾക്കിടയിൽ ഇത് വിചിത്രമായി ചുറ്റിത്തിരിയുന്നു. ഒരു കാലത്ത് ഈ ജീവിവർഗത്തിന് ആറം, കണ്ടൽക്കാടുകൾ എന്നിവയുടെ ഇലകൾ മാത്രമേ കഴിക്കാൻ കഴിയൂ എന്ന് കരുതിയിരുന്നു. എന്നാൽ ഈ ജീവിവർഗം 50-ലധികം ഇനങ്ങളുടെ ഇലകൾ ഭക്ഷിക്കുന്നു. വെനിസ്വേലയിൽ നടത്തിയ ഒരു പഠനത്തിൽ ഹോട്ട്സീൻ ഭക്ഷണക്രമം 82% ഇലകളും 10% പൂക്കളും 8% പഴങ്ങളുമാണെന്ന് കണ്ടെത്തി. ഈ പക്ഷികളിൽ തനതായ ഒരു ദഹന വ്യവസ്ഥയാണ് ഈ ഇനത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്. കന്നുകാലികളും മറ്റ് റൂമിനന്റുകളും ചെയ്യുന്നത് പോലെ ഹോട്ട്സീനുകളും കുടലിൽ ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ ഉപയോഗിച്ച് സസ്യവസ്തുക്കൾ ദഹിപ്പിക്കുന്നു. അവ കഴിക്കുന്ന ഇലകളിലെ ദുർഗന്ധമുള്ള സംയുക്തങ്ങളും ബാക്ടീരിയൽ അഴുകലും കാരണം പക്ഷിക്ക് അസുഖകരമായ ചാണകം പോലെയോ വളം പോലെയോ ഉള്ള ഗന്ധമാണുള്ളത്. വളരെ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ ഭക്ഷണത്തിനായി മനുഷ്യർ ഇതിനെ വേട്ടയാടാറുള്ളൂ. മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പക്ഷിയുടെ മാംസത്തിന് അരുചിയാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നു.